ചെറുപ്പക്കാർ ഈ പ്രത്യേകിച്ച് ഒരു ഒരു 25 വയസ്സിന് താഴെ, അതായത് ഒരു 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 17 വയസ്സും മുതൽ മേലോട്ട് ഒരു 25 വയസ്സ് വരെയുള്ള ചെറുപ്പക്കാർ, അവരാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ഈ ഗുണ്ട സംഘങ്ങളിൽ പെടുന്നത്. കാരണം ഈ പ്രായത്തിനിടയ്ക്കുള്ള കുട്ടികളുണ്ടല്ലോ, പെട്ടെന്ന് അവരുടെ മനസ്സ് വഴിതിരിഞ്ഞ് പോകാൻ എളുപ്പമുള്ളതാണ് പ്രായം. അതാണ് ആ പ്രായത്തിൽ അവരെ കൺട്രോൾ ചെയ്യാൻ, യഥാർത്ഥത്തിൽ അവരെ നിയന്ത്രിക്കാൻ അവർ രക്ഷാകർത്താക്കൾ ശരിയായി ശ്രമിക്കണം. പലപ്പോഴും അത് ചെയ്യത്തില്ല, അതൊന്നും ചെയ്യല. കാരണം ഈ രക്ഷാകർത്താവ് ഇങ്ങോട്ട് വാടാന്ന് പറഞ്ഞാൽ നീ പോടാന്ന് പറയുന്ന ഒരു സ്ഥിതിയായി ഇപ്പോൾ അങ്ങനെ ആയിട്ടുണ്ട്. ഈ അടുത്ത സമയത്ത് ഒരു അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞ, ഒരു പിതാവ് പറഞ്ഞാണ്, അച്ഛനെന്ന് പറഞ്ഞ പിതാവാണ്, അയാൾ പറഞ്ഞതാണ്, അയാളുടെ മകൻ, അവന് 17 വയസ്സേ ഉള്ളൂ, അവൻ കഞ്ചാവ് അടിച്ച് ബോധമില്ലാതാണ് വീട്ടിൽ കയറി വരുന്നത്. അപ്പോൾ ഇയാൾ ഒരു ദിവസം പറഞ്ഞു, ഇനി മേലാൻ നീ ഇങ്ങനെ വരരുത്, ഒന്നും വീട്ടിൽ കയറ്റത്തില്ല. അപ്പോൾ അവൻ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിന്നെ കൊന്നുകളയും, എന്നെ വീട്ടിൽ കയറ്റിയിട്ട് നിന്നെ കൊന്നുകളയും. എന്നെ എന്തിനാണ് ഉണ്ടാക്കിയതെന്ന് ചോദിച്ചാൽ അയാളടുത്ത് എന്ത് ചെയ്യും? അയാൾ എന്ത് ചെയ്യും? അയാൾ കരഞ്ഞുകൊണ്ട് ചോദിച്ചൊരു കാര്യമാണ്, അതിന് അഡ്വൈസ് ചോദിക്കാൻ വന്നതാണ്. ഞാൻ ഈ പറഞ്ഞതാണ്, ഇത് നമ്മുടെ നാട്ടിൽ ഒരുപാട് നടക്കുന്നുണ്ടെന്ന്. കാരണം കുട്ടികളെ നമ്മൾ ആദ്യം വളർത്തുമ്പോൾ മുതൽ വളരെ ശ്രദ്ധിക്കണം ഇന്നത്തെ കാലത്ത്. കാരണം അവർ വഴിതിരിഞ്ഞ് പോകാൻ എളുപ്പമാണ്. ആ വഴിതിരിഞ്ഞ് പോകുന്ന പ്രായം എന്ന് പറയുന്നത് ഈ 17 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ള പ്രായം എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യലാണ്. അപ്പോൾ ഇവരെ ഒരു ഒരു വളരെയധികം ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചില്ലെങ്കിൽ അവരൊരുപാട് ഗുണ്ടാ പ്രവർത്തനങ്ങളിലും ക്രിമിനൽ നടപടികളിലും ഏർപ്പെടും. മയക്കുമരുന്ന് കച്ചവടങ്ങളിൽ അവർ ഏർപ്പെടും. കാരണം അവരും ഇതിന് അടിമയായിട്ട് മാറും. അടിമയായിട്ട് മാറുമ്പോൾ അവരെന്ത് ചെയ്യും? പിന്നെ മനുഷ്യരല്ലാതുമായിട്ട് മാറുകയാണ്. നമ്മുടെ ഈ തലമുറ നശിക്കാൻ പോവുകയാണ്. അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ നാട്ടിൽ ഇതുപോലെയാണ്. വീട്ടിൽ സമാനമായിട്ട് ആൾക്ക് കിടന്നുറങ്ങാൻ പറ്റുന്നില്ല. കാരണം ഇവർക്കെതിരെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാലോ, പരസ്യമായിട്ട് റോഡിൽ എവിടെയെങ്കിലും കൂടിയിരുന്ന് ഇവന്മാർ കഞ്ചാവ് വലിക്കുകയും മദ്യപിക്കുകയൊക്കെ ചെയ്യും. അതിനെ ആരെങ്കിലും ഒന്ന് തടയാനെ തൊട്ടടുത്തുള്ള വീട്ടുകാരൻ കാണാം ഒന്ന് ഇവിടെ ഇരുന്ന് ഇത് ചെയ്യരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ അവിടെ നിന്ന് എണീറ്റ് പോയതിന് ശേഷം ഇങ്ങോട്ട് വന്നിട്ട് ആ വീട് അടിച്ച് പൊളിക്കുകയാണ്, അല്ലെ ആ വീട്ടിലുള്ളവരെ ആക്രമിക്കുകയാണ്. ഈ സ്ഥിതിവിശേഷമാണ് ഇതിനൊക്കെ പോലീസിന് ഒരുപാട് കാര്യപ്രാപ്തിയും കാര്യശേഷിയും വേണം. അതുപോലെ വളരെ സൂക്ഷ്മതയും പോലീസ് പുലർത്തണം. ആ വളരെ ഒരു ഇൻ്റലിജൻ്റ് അപ്രോച്ച് ഇവർ നടത്തണം. വീട്ടുകാർ, ഓരോ മാതാപിതാക്കളും ശ്രദ്ധിക്കണം ഇത് മക്കളുടെ കാര്യത്തിൽ. ഇല്ലെങ്കിൽ ഇത് വലിയ അപകടമാണ്. നമ്മുടെ തലമുറ നശിക്കും. ഒരു സിനിമയിലെ കുറേ രംഗങ്ങൾ കണ്ടു. സിനിമ എന്ന് പറയുന്നത് അതൊരു വിനോദ ഉപാധിയാണെന്നുള്ളത് തിരിച്ചറിയണം. അതറിയാൻ പ്രായമില്ലാത്തവന്മാരാണ് ആ സിനിമയെ കാണുന്നതെല്ലാം അത്ര വലിയ കാര്യങ്ങളാണ്, എല്ലാം നടക്കേണ്ട കാര്യങ്ങളാണ്, ഇതാണ് ശരി എന്നൊരു കാഴ്ചപ്പാടുണ്ടായാൽ എന്ത് ചെയ്യും? ഒരു വലിയ ഗുണ്ടയുടെ ഇടപാടാണ് ആ സിനിമയെ കാണിക്കുന്നത്. അയാൾ എങ്ങനെയൊക്കെയാണെന്ന് കാണിക്കുന്നതാണ് നമുക്ക്. അതങ്ങോട്ട് അനുകരിക്കാൻ നോക്കുക. അതിന് അയാളുടെ കൂടെയുള്ള അനുയായികൾ എങ്ങനെ അയാളോടൊപ്പം പെരുമാറുന്നു എന്നുള്ളത് അഭിനയിക്കാൻ നോക്കുക. അത് സിനിമാക്കാർ ചെയ്തോളും. അത് അവരുടെ ജോലിയാണ്. ആ സിനിമ എന്ന് പറയുന്നത് വെറും വിനോദ ഉപാധിയാണ്. അതിനുവേണ്ടി മാത്രമുള്ള ഒരു കാര്യമാണ്. അല്ലാതെ ഇതൊന്നും സംഭവിക്കുന്ന കാര്യങ്ങളല്ല, എളുപ്പമുള്ള കാര്യങ്ങളുമല്ല എന്ന് ഈ കുട്ടികൾ തിരിച്ചറിയണം. അത് അവരറിയുന്നില്ല. അതാണ് അവരുടെ പ്രശ്നം.